ബി.ജെ.പിയുടെ ഭരണം ശരിയല്ല. നിയമമണ്ഡലത്തിൽ രാജവൽ സാർ ജയിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഇത്തിരി പാടാണ്. സുരേഷ് ഗോപിയെ തന്നെ കാണുന്നില്ലേ ബി.ജെ.പിയിലെ? അതിൻ്റെ വല്ലാട്ടെന്ന് വെച്ചാൽ ജനങ്ങളെ ഇപ്പോൾ തിരിഞ്ഞില്ല നിൽക്കുന്നത്. ഇല്ലെങ്കിലും അദ്ദേഹം MP ആയിട്ട് മത്സരിച്ചതല്ലേ, തിരിച്ച് വീണ്ടും താഴോട്ട് മത്സരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ രാജഗോപാൽ ജയിച്ചത് സഹതാപ വോട്ടുകൊണ്ട് പല പ്രാവശ്യം നിന്ന് തോറ്റ് വീണ്ടും എന്നെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞതുകൊണ്ട് അവിടെ ജയിച്ചതാണ്. ഇനി കോൺഗ്രസേ വരുള്ളൂ. ബി.ജെ.പിയുടെ ഭരണം ഇപ്പോഴും ശരിയുള്ള കേസല്ല, പഴയതുപോലെയല്ല. നമസ്കാരം. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനായി എല്ലാ പാർട്ടികളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തീപാറും പോരാട്ടം തന്നെയാകും ഇത്തവണ കേരളത്തിലുണ്ടാവുക. ഇതിനിടയിൽ നേമം നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അദ്ദേഹത്തിന് MP ഇലക്ഷനിൽ നേടിയ വോട്ട് ഷെയർ ഇപ്പോൾ അദ്ദേഹത്തിന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടാനായിട്ട് കഴിയുമോ? ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അവരുടെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം. ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖർ ആണെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിജയിക്കാനുള്ള ഒരു സാധ്യതയില്ല. എന്തുകൊണ്ടാണെങ്കിലും അങ്ങനെ ഒരു തോന്നാനുള്ള ഒരു റീസൺ എന്താ? കാരണം ബി.ജെ.പിയുടെ ഭരണം ശരിയല്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ BJP ഭരണം ശരിയല്ലല്ലോ. അതുകൊണ്ട് അവിടെ വരാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. പക്ഷെ ശിവൻകുട്ടിക്ക് മുമ്പ് അവിടെ MLA ആയിരുന്നതോ രാജഗോപാൽ ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു ചരിത്രം ഇനി ആവർത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ? കാരണം അവിടെ വോട്ട് ശതമാനം നാൾക്ക് നാൾ BJPക്ക് കേരളത്തിൽ കൂടി വരികയാണ്. ആ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അവിടെ രാജഗോപാൽ ചേട്ടൻ ഇവിടുന്ന് ജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം എന്തായാലും ഇദ്ദേഹത്തിന് കിട്ടൂല. രാജഗോപാലിന് വ്യക്തിപ്രഭാവമുണ്ട്. കാരണം അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹത്തിന് ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹമാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ നിയമമണ്ഡലത്തിൽ രാജവൽ സാർ ജയിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഇത്തിരി പാടാണ്. പക്ഷെ ഇവിടെ MP ഇലക്ഷനിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വോട്ട് ഷെയർ കൂട്ടാനായിട്ട് കഴിഞ്ഞു. ശശി തരൂറുമായിട്ട് ഒരു ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. ആ ഒരു വ്യക്തിപ്രഭാവം പറയാൻ പറ്റില്ല. ത്രികോണ മത്സരമായിരിക്കും. ശിവൻകുട്ടി വിജയിക്കുമെന്ന് തോന്നുന്നു. ശിവൻകുട്ടി നിൽക്കുമെന്ന് അറിയത്തില്ല. ഇവിടെ ചിലപ്പോൾ മിക്കവാറും നിൽക്കുന്നത് പിന്നെ ആര്യ രാജേന്ദ്രനായിരിക്കും. നിയമമണ്ഡലത്തിൽ ആര്യ രാജേന്ദ്രൻ എന്നാണ് അറിയുന്നത്. പിന്നെ ഇപ്പോഴത്തെ മേയർ ഉണ്ടല്ലോ, ആ വ്യക്തിയാണ് നിൽക്കണേന്ന് അറിഞ്ഞത്. പിന്നെ എന്താണെന്ന് അറിയില്ല. പക്ഷേ ശിവൻകുട്ടി സാഗാവ് നിന്നാലും വലിയ ജയിക്കാൻ പാടാണ്. ത്രികോണ മത്സരം, ആരെങ്കിലും ഒരാൾ ജയിക്കും. എന്തായാലും ചന്ദ്രശേഖർ വ്യക്തിയായിരിക്കും ജയിക്കണത്. ഞാൻ ആ പാർട്ടിയല്ല, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പിന്നെ ശിവൻകുട്ടി സാഗാവ് നിന്ന എന്തോ ഇലക്ഷനെ കുറിച്ച് അത്ര പോരാ എനിക്ക് പറയാനുള്ളത്. നമുക്കിപ്പം ശിവൻകുട്ടിയാണ് ഇപ്പോഴത്തെ അവിടുത്തെ MLA. അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് BJPക്ക് ഒരു വിജയം സാധ്യമായിരിക്കുമോ അവിടെ? ഇല്ല, അങ്ങനെ സാധ്യതയൊന്നും കാണത്തില്ല. മറ്റേ ജയിച്ച പാർട്ടി തന്നെ ജയിക്കുള്ളൂ. ശിവൻകുട്ടിക്ക് മുൻപ് അവിടെ രാജഗോപാൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചത്. അപ്പൊ വീണ്ടും ഒരു അട്ടിമറി വിജയം കാണാനായിട്ട് കഴിയുന്നില്ലേ? ചാൻസ് ഇല്ല, അങ്ങനെ ചാൻസ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴേ സുരേഷ് ഗോപിയെ തന്നെ കാണുന്നില്ലേ ബി.ജെ.പിയിലെ? അതിൻ്റെ വല്ലാട്ടെന്ന് വെച്ചാൽ ജനങ്ങളെ ഇപ്പോൾ തിരിഞ്ഞില്ല നിൽക്കുന്നത്. എന്തായാലും വിജയിക്കില്ല എന്ന് കരുതുന്നു. അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചിട്ട്? എന്ത് തോന്നുന്നു? തിരിമറിയും കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടില്ലേ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. നമുക്കൊന്നും പറയാനില്ല. ആര് ജയിച്ചിരുന്നാലും നമുക്കിവിടെ പ്രശ്നം തന്നെ. ശിവൻകുട്ടി വീണ്ടും MLA ആവുമെന്ന് തോന്നുന്നുണ്ടോ അവിടെ? എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാങ്ങളെ? അദ്ദേഹത്തിന് ഇപ്പോൾ വയ്യല്ലോ, സുഖമില്ലാത്ത ആളല്ലേ. ഇപ്പോൾ അടുത്ത ഇലക്ഷനിൽ വേറൊരു പാർട്ടി അവരുടെ ആളിനെ മാറ്റി നിർത്തിയാൽ ചിലപ്പോഴും ജയിക്കുമായിരിക്കും. ചന്ദ്രശേഖർ ജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ഇതൊന്നുമില്ല, ഹോപ്പില്ല. പക്ഷെ നമ്മുടെ ഇവിടെ MP ആയിട്ട് നിന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വോട്ട് ഷെയർ കൂട്ടാൻ പറ്റിയിരുന്നു. ശശി തരൂരിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു MP ആയിട്ട് നിന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വോട്ട് ഷെയർ അവിടെയും കൊണ്ടുവരാൻ പറ്റത്തില്ലേ അദ്ദേഹത്തിന്? ഇല്ലെങ്കിലും അദ്ദേഹം MP ആയിട്ട് മത്സരിച്ചതല്ലേ, തിരിച്ച് വീണ്ടും താഴോട്ട് മത്സരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഒന്ന് അതേമാതിരി MP ആയിട്ട് അടുത്ത പ്രാവശ്യം മത്സരിച്ചാൽ ചിലപ്പം ജയിക്കൂലായിരുന്ന? ജയിക്കുമല്ലോ, ജയിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. വീണ്ടും കീഴോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു SI പിന്നെ പോലീസുകാരനാക്കിയിട്ട് കാര്യമല്ലല്ലോ. SI കൂടുതലും സർക്കിളാക്കുന്നതല്ല നല്ലത്, മേളിലോട്ട് പോകുന്നതല്ല നല്ലത്. കീഴോട്ട് വരണമെന്നുള്ള എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. കീഴോട്ട് വന്നിട്ട് വലിയ കാര്യമില്ല. അവിടെ ശിവൻകുട്ടി ജയിക്കുള്ളൂ.
ശിവൻകുട്ടി അത് ഈ രാജഗോപാൽ ജയിച്ചത് സഹതാപ വോട്ടുകൊണ്ട് പല പ്രാവശ്യം നിന്ന് തോറ്റ് വീണ്ടും എന്നെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞതുകൊണ്ട് അവിടെ ജയിച്ചതാണ്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. അവിടെ ശിവൻകുട്ടി ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല. അങ്കിളിന് എന്തോ തോന്നുന്നു അങ്കിളെ? ശിവൻകുട്ടിയെ ജയിക്കുള്ളൂ. ശിവൻകുട്ടിയെ ജയിക്കുള്ളൂ. പക്ഷേ ഓ രാജഗോപാൽ ഒരിക്കൽ ജയിച്ചു, അത് മാത്രമല്ല BJPയുടെ വോട്ട് ഷെയർ കൂടുന്നുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ മാറി ജനങ്ങൾ ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല. കുറവ് തന്നെയാണ്. ഇല്ല, എന്തുകൊണ്ടാ സാർ അങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്? അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാനുള്ള യോഗ്യത ഇല്ല. പക്ഷെ നമ്മുടെ ഇവിടെ ജനങ്ങളുടെ അടുത്ത അറിവില്ല അവർക്ക്. പക്ഷെ നേരത്തെ അദ്ദേഹം MP ആയിട്ട് മത്സരിക്കാൻ നിന്നപ്പോൾ ഒരുപാട് വോട്ട് ഷെയർ കൂട്ടാനായിട്ട് സാധിച്ചില്ലേ? അത് നിയമത്തും പ്രതിഫലിക്കില്ല എന്നാണോ സാർ പറയുന്നത്? അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ച വോട്ടുകളാണ്. തന്നെ വിജയിക്കുമെന്ന് തോന്നുന്നില്ല. ഉറപ്പാണ്. അദ്ദേഹത്തിന് അവിടെ വിജയം കൈവരിക്കാൻ പറ്റുമെന്ന് അങ്കിളിന് തോന്നുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ മുൻകാലങ്ങളിലും ഇപ്പോഴും നിലവിലുള്ളത്. അത് വരുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങൾ എഴുതിയും ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? മുൻഗണന ഇടതുപക്ഷത്തിനാണ്. പക്ഷെ നമ്മുടെ ശിവൻകുട്ടിയാണ് ഇപ്പോഴത്തെ അവിടുത്തെ MLA. പക്ഷെ അതിനു മുമ്പ് O രാജഗോപാൽ ആദ്യമായിട്ട് ഒരു MLA സ്ഥാനം നേമത്തായിരുന്നു നേടിയത്. അപ്പൊ വീണ്ടും ഒരു BJPക്ക് അവിടെ തിരിച്ചുവരവ് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സഹതാപം കൊണ്ടാണ് O രാജഗോപാൽ സാർ അവിടെ ജയിച്ചത്. അദ്ദേഹത്തിന് സഹതാപ വോട്ടുകളാണോ അപ്പൊ കിട്ടിയത്? അത് രാജീവ് ചന്ദ്രശേഖരന് കിട്ടില്ല എന്നാണോ അഭിപ്രായം? ഇപ്പോ അടുത്ത ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ ശിവൻകുട്ടിയാണ് മത്സരിക്കുന്നതെങ്കിൽ ആരായിരിക്കും അങ്കിളിന്റെ കാഴ്ചപ്പാടിൽ ജയിക്കാൻ പോകുന്നത്? ത്രികോണ മത്സരമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. നിയമ നിയോജക മണ്ഡലത്തിലാണെന്നുണ്ടെങ്കിൽ ത്രികോണ മത്സരമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ കാൻഡിഡേറ്റും കാണും, BJPയുടെ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ചന്ദ്രശേഖരനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശിവൻകുട്ടിയാണ്, 300 വിജയം കോൺഗ്രസിനായിരിക്കും. അയാൾക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുന്നില്ല. നല്ല കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുള്ളൂ. പിന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലക്കിനടിച്ചുകൊണ്ട് പോവാം. നമുക്കറിയാലോ കഴിഞ്ഞ MLA ആയിരുന്നത് ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ ശിവൻകുട്ടി ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ BJPയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചുകൊണ്ട് പോയത്. ഇനിയിപ്പോൾ ശിവൻകുട്ടി ജയിക്കില്ല. ഭരണത്തിന്റെ ഇതൊക്കെ എങ്ങനെയല്ലേ ഇരിക്കുന്നത്? അടിവാഞ്ചി തന്നെ ഇനി ആരെങ്കിലും പറ്റി പറയാൻ പറ്റില്ല. അധികം നിൽക്കുകയാണെങ്കിൽ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജയിക്കും. എന്തുകൊണ്ടാണ് അത്ര ഉറപ്പിച്ച് പറയുന്നത്? BJPക്ക് അവിടെ നല്ല വോട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. രാജഗോപാലിനെ പോലെ അല്ല, ഞാൻ BJPക്കാരനൊന്നുമല്ല, അങ്ങനൊന്നുമില്ല. നല്ല കാൻഡിഡേറ്റ് ആരായാലും ജയിക്കും. അവൻ കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞു. കോൺഗ്രസ് കഴിഞ്ഞ നല്ല സ്ഥാനാർത്ഥിയല്ലേ നിർത്തിയത്, പിന്നെന്താ അതിനെക്കാട്ടും നല്ല സ്ഥാനാർത്ഥി ഉണ്ടാ. അദ്ദേഹത്തിന് പറ്റത്തില്ല, പിണറായി എന്തായാലും വരത്തില്ല. അദ്ദേഹത്തിന് അവിടെ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ? നിയമമണ്ഡലം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇനി കടലൊത്തൂര കിടക്കുകയാണ്. അങ്ങനെ ഓരോ ജോൺ ജയിച്ച അവസാനം ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് തോറ്റുന്ന അവസാനം വ്യക്തി നോക്കാനുള്ള വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അതെല്ലാ പാർട്ടിയും ചെയ്ത്. അതിൻ്റെ ഇതിൽ ഇവിടെ നിയമമണ്ഡലത്തിലോ തിരുവനന്തപുരം മണ്ഡലത്തിലോ അവർ ജയിക്കുമെന്ന് ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നില്ല. ശിവൻകുട്ടി വീണ്ടും ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശിവൻകുട്ടിയും വലിയ പാടാണ്, വലിയ പാടാണ്. തോന്നുന്നില്ല. എന്തുകൊണ്ടാ തോന്നുന്നില്ല? ഇനി കോൺഗ്രസേ വരുള്ളൂ. കോൺഗ്രസേ വരത്തുള്ളൂ. ശിവൻകുട്ടി പോലും ജയിക്കില്ല എന്ന് പറയുന്നത്. ഇല്ല, ഇടതുപക്ഷം ജയിക്കില്ല, ശിവൻകുട്ടി ജയിക്കില്ല. വരുന്നത് കോൺഗ്രസ് ആയിരിക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം BJPയുടെ ഭരണം ഇപ്പോഴും ശരിയുള്ള കേസല്ല, പഴയതുപോലെയല്ല. BJP എന്നാണ് വന്നത്? വലിയ കാലമൊന്നും ആയില്ല. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരുന്ന പ്രധാനമന്ത്രി എത്രയായിരുന്നു? മുഖ്യമന്ത്രിയാണ് അവിടെ. 3000 കണക്കിന് ആൾക്കാരെ കൊന്നൊതുക്കുക, എന്തെല്ലാം കാണിച്ചു. ഇന്ത്യ ഭരിച്ചത് ആരൊക്കെയാണ്? നെഹ്റു, മഹാത്മാ, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എല്ലാം കൂടെ ഭരിച്ചാണ്. നമ്മളെ ഇന്ത്യക്ക് ഒരു സുഖം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയി. പക്ഷേ ശിവൻകുട്ടിക്ക് മുമ്പ് നിയമ നിയോജക മണ്ഡലത്തിലെ O രാജഗോപാലായിരുന്നു MLA ആയിരുന്നത്. വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഇനി വരില്ല, എന്തായാലും പ്രായങ്ങളായി. കാരണം അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. BJPയുടെ ആളായോണ്ടല്ല, അയാൾ നല്ല മനുഷ്യനായിരുന്നു. അപ്പം നമ്മളിത് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പോകത്തിന് കനം വരും. അതങ്ങനെയല്ല. ഈ നാട്ടിൽ ജീവിക്കണം എല്ലാവരെയും. നമ്മൾ 1,65,00,000 പേരെ കണ്ട കേരളത്തിനകത്ത് ഇപ്പോൾ 5 കോടിക്ക് മുകളിലുണ്ട്.
അത് കൂടുതൽ ഹിന്ദിക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. മലയാളിക്ക് ഇവിടെ ജോലി ഇവിടെ ഇരിക്കുന്നത്. മലയാളി എന്ത് ജോലിക്ക് പോകണം? ഒന്നിനും പോകുന്നില്ല. എല്ലാവർക്കും അഹങ്കാരങ്ങളാണ്. കൈവെള്ളയിലിരിക്കുന്ന 14 ജില്ലയും നശിപ്പിക്കാം എന്നാണ് എല്ലാവരും നോക്കുന്നത്. അത് ശരിയുള്ളൊരു കേസല്ല. അതുകൊണ്ടാണ് നിയമത്തിൽ BJP വരില്ല എന്നുള്ള അവിശ്വാസം. അതാണ്. അതിനെപ്പറ്റിയൊന്നും എനിക്കൊന്നും ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. അല്ല, എന്ത് തോന്നുന്നു? ഇപ്പം ശിവൻകുട്ടി ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ തവണത്തെ MLA. അദ്ദേഹം അവിടെ വീണ്ടും വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശിവൻകുട്ടി മെയിനായിട്ട് അവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ്. തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഒരുപാട് ജനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഉറച്ച വിശ്വാസം തോന്നുന്നത്? എന്തുകൊണ്ടാണ് വിശ്വാസം തോന്നാൻ കാര്യം? കഴിഞ്ഞതിൽ MP സീറ്റിന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ ലീഡർ ഇത് കണക്കാക്കി ഒരു കണക്ക് പറയാം. അദ്ദേഹത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉദ്യോഗസ്ഥത്തിലും അദ്ദേഹത്തിന് വിജയം ഉറപ്പ് തന്നെയാണ്. എന്തായാലും വീണ്ടും നേമത്ത് താമര വിരിയുമെന്ന് തന്നെ തോന്നുന്നു. നിയമസഭാ ഇലക്ഷനിൽ നേമത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണെന്നൊരു റിപ്പോർട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ വിശ്വാസമില്ല. ഒരു രാഷ്ട്രീയത്തിലും വലിയ വിശ്വാസമില്ല. ഒന്നിലും വർക്ക് ചെയ്യില്ല. ഇല്ല.